ശലോം സഹോദരങ്ങളെ, ശബാത്ത് ശലോം. നമുക്കൊക്കെ അറിയാമല്ലേ ശബത്ത് എന്നാണ് എന്നും അത് വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ആണ് എന്നും ശബത്തിൻ്റെ വാല്യൂ എന്താണെന്നും അറിയുന്നവരാണ് നാം എല്ലാവരും ശബത്ത് ആചരിക്കുന്നവരുമാണ്. എന്നാൽ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ഈ ശബത്തിന് മുൻഗണന കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പിശാചിനെ ചെറുത്ത് നിൽക്കാനും കൂടി പഠിക്കണം. പണ്ട് യെരുശലേമിൻ്റെ മതിൽ പുനർനിർമ്മിച്ച സമയത്ത് നെഹമ്യാവ് 4:17 ഒക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ മതിൽ ഈ പണിതിരുന്ന സമയത്ത് ആ സമയത്ത് എല്ലാ യഹൂദന്മാരും ഒരു കൈയിൽ വാളും മറു കൈയിൽ പണിയായുധവും പിടിച്ചിരുന്നു. അതായത് ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും മറു കൈ കൊണ്ട് പ്രതിരോധിക്കാനായിട്ട് ആയുധവും പിടിച്ചിട്ടാണ് ആ പണി പൂർത്തിയാക്കിയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ന് നാം ചെയ്യേണ്ടത്. ഒരു കയ്യിൽ ശബാത്ത് ആചരിച്ച് നമ്മുടെ ആത്മാവിനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അഭയുമായുള്ള ആ ബന്ധം മുറുകെ പിടിക്കുമ്പോൾ തന്നെ, അതേസമയം തന്നെ പിശാചിനെ ചെറുത്ത് നിൽക്കാനും കൂടെ നമ്മൾ പഠിക്കണം. പിശാചിനെ ചെറുത്ത് നിൽക്കണമെങ്കിൽ വചനമെന്ന വാള് ഉപയോഗിക്കണം. അതെടുത്ത് അവനെ വെട്ടണം. അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇനി വചനം വാളായി ഉപയോഗിക്കണമെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം. ക്രിസ്ത്യാനികൾ ബൈബിൾ ഇങ്ങനെ രൂപക്കൂടുമ്പോൾ പൂജിച്ച് വെച്ചിരിക്കും. എന്നിട്ട് അതിൽ അവർക്ക് ആവശ്യമുള്ള കറണ്ട് ബില്ല്, അതുപോലെ എന്തെങ്കിലും മറക്കാതിരിക്കാനുള്ള സ്ലിപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ സൂക്ഷിച്ചു വെക്കും. കാരണം അതിലെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതായത് നമ്മൾക്ക് ആവശ്യമുണ്ട് എന്ന് കരുതി ബൈബിളിനെ പഠിക്കണം, വചനം പഠിക്കണം. അപ്പോൾ പഠിക്കണം എന്ന് പറയുമ്പോൾ ഈ പാസ്റ്റർമാരൊക്കെ പറയുന്ന പോലെ കാണാപ്പാടം കുറച്ച് വചനങ്ങൾ പഠിച്ചുകൊണ്ട് അതിങ്ങനെ എടുത്തെടുത്ത് എന്താ പറയുക ആവർത്തിച്ച് പറയുന്നതോ, അല്ലെങ്കിൽ ഒരു വചനം ഏതെങ്കിലും എടുത്ത് കാര്യം സാധിക്കാനായിട്ട് ഒരു 1000 പ്രാവശ്യവും 2000 പ്രാവശ്യമൊക്കെ എഴുതുന്നതോ അതൊന്നുമല്ല. പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് നിങ്ങൾ വായിക്കണം. ഉൽപ്പത്തി 1-ാം അധ്യായമാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുക. അങ്ങനെ രണ്ടും ഒരുമിച്ച് ഒരുപോലെ വായിച്ച് വേണം പോവാനായിട്ട്. അതുപോലെ തന്നെ ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഈ ഓരോ ടോക്കിലൊക്കെ പറയുന്ന ഓരോ വചനങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഇതിൽ നോക്കുക എന്നൊക്കെ. അപ്പോൾ അത് ഓരോ കൊട്ടേഷനും കേട്ടതിന് ശേഷം അത് ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള കടമ കൂടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വായിക്കുക, അത് ശരിയാണോ എന്ന് നോക്കി വായിക്കുക, പ്രധാന പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തി വെക്കുക. ഇനി അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ച് പോകണം. മനസ്സിലായ? അത് ബൈബിളിൽ തന്നെ കാണും, പലയിടത്തായിട്ടാണ് കിടക്കുക. അതായത് വചനങ്ങൾ നിഴലും പൊരുളുമായിട്ട് മറഞ്ഞു കിടക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വെറുതെ വായിച്ചു പോവാണ്ട് അതിൻ്റെ റിലേഷൻ എന്താണെന്ന് അന്വേഷിച്ച് പഠിക്കണം. അന്വേഷിച്ച് പഠിച്ചാലേ നമുക്ക് കൂടുതൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിലേക്ക് നമ്മൾ വരികയുള്ളൂ. എങ്ങോ നടന്ന ഒരു കഥ എന്നല്ല നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നേണ്ടത്. അതായത് നമ്മുടെ പൂർവികരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം, അതിൽ പറയുന്ന ഇസ്രായേൽ ശരിക്കും ഇസ്രായേൽ തന്നെയാണ്, അത് നമ്മളല്ല. നമ്മൾ ജാതികളാണ്. മനസ്സിലായോ? മനസ്സുകൊണ്ട് നമ്മൾ അതായത് അവിടുത്തെ കൽപ്പനയൊക്കെ പാലിച്ച് അവിടുന്ന് പറയണതൊക്കെ നമ്മൾ അനുസരിച്ച് ജീവിച്ചാൽ നമ്മെ ദൈവത്തിൻ്റെ മക്കളോട് കൂടെ കൂട്ടും എന്നല്ലാതെ സ്വയം ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ ഇസ്രായേൽക്കാരാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ആ ബൈബിള് എഴുതിയിരിക്കുന്നതും അത് ആർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്? യഹൂദന് വേണ്ടി എഴുതിയിരിക്കുന്നതും അതിൽ ദൈവം ഒക്കെ യഹൂദനാണ്. അപ്പം അത് അങ്ങനെ തന്നെ വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ബൈബിള് വായിക്കണമെങ്കിൽ. അല്ലെങ്കിൽ അച്ഛന്മാർ പഠിപ്പിക്കുന്ന മാതിരി നമ്മൾ ഇതിൽ പറയുന്നതൊക്കെ നമ്മളാണ്, അപ്പം നമ്മളാണ് ഇസ്രായേൽക്കാർ എന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ ബൈബിൾ വായിക്കരുത്. നിങ്ങൾ ഇപ്പോൾ ഒരു വാചകം വായിക്കാൻ വേണ്ടി കിട്ടിയ അതിൻ്റെ സാഹചര്യം കൂടി നിങ്ങൾ കണക്കിലെടുക്കണം. അപ്പോൾ അതും കൂടെ കുറച്ച് ബാക്കിലോട്ട് വായിച്ച് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എന്നതിൻ്റെ അന്തസത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കർത്താവ് പറയുന്ന
കാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാതെ അല്ലെങ്കിൽ ചെയ്യാതെ ആ കൽപ്പനകളൊന്നും അനുസരിക്കാതെ ഓഫറുകൾ മാത്രം സ്വീകരിക്കുന്ന മക്കളെ ആവരുത് നമ്മൾ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇസ്രായേൽക്കാരാവില്ല അല്ലേ. അതായത് ഓഫറുകൾക്ക് നമ്മൾ അർഹയാകണം എന്നുണ്ടെങ്കിൽ അപ്പം പറയുന്നത് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് വചനം എന്ന വാളെടുത്ത് സാത്താനെ വെട്ടാൻ പഠിക്കണം. ശബത്ത് എന്ന അടയാളം ധരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇത് അന്ത്യകാലമാണ്. വചനമെടുത്തുകൊണ്ടാണ് സാത്താൻ നമ്മിലേക്ക് വരിക പലരിലൂടെയും. അപ്പോൾ വചനമെടുത്ത് അവനെ വെട്ടണമെങ്കിൽ വചനം പഠിക്കുക തന്നെ വേണം. അത് പൂജിച്ച് ബൈബിള് പൂജിച്ച് വെക്കുക, അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. അതൊരു പുസ്തകമാണ്, അല്ലാണ്ട് അതിനെ പൂജിച്ച് വെച്ച് ആരാധിച്ച് ദൈവത്തെ പോലെ കണക്കാക്കരുത്. അതൊക്കെ തെറ്റാണ്, അതൊക്കെ പൈശാചികമാണ്. ആ ബൈബിൾ എന്നത് ഒരു പുസ്തകമാണ്. ആബ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ ഒരു പുസ്തകം. അത്ര വാല്യൂ ആണ് അതിന് കൊടുക്കേണ്ടത്. അല്ലാതെ അത് ദൈവത്തെ പോലെ കണ്ട് അല്ലെങ്കിൽ അതിനെ തുറക്കാണ്ട് പൂജിച്ച് വെക്കാനുള്ളതല്ല. അതിനുള്ളിലുള്ള കാര്യങ്ങൾ വായിച്ച് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരെയും ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോണം, ഇസ്രായേൽക്കാർ നമ്മളല്ല, അത് ഇസ്രായേൽക്കാർ തന്നെയാണ്. ഇനി നമ്മെ ഇസ്രായേൽക്കാരെ കൂടെ ആക്കും ദൈവം. അത് ദൈവത്തിൻ്റെ വചനങ്ങളും വാക്കുകളും കൽപ്പനകളൊക്കെ നിവർത്തിച്ച് നമ്മൾ ദൈവമക്കളാവാൻ ശ്രമിക്കുമ്പോൾ ആ മക്കളോട് കൂടെ നമ്മളെ ചേർത്തും എന്നല്ലാതെ അതിൽ പറയുന്ന ഓഫറുകളെല്ലാം നമുക്കുള്ളതല്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശബാത്ത് ശലോം. നമ്മൾ പെന്തക്കോസ്ത് ദിനം ശവ്വത്തൊക്കെ ആചരിച്ചു അല്ലേ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം നാമത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച്, യേശുവ നാമത്തിൻ്റെ ശക്തി, അതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ പേര് ക്രിസ്ത്യാനികൾക്ക് അതൊന്നും അറിയില്ല. അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ യേശു എന്ന് വിളിക്കുന്നത് ബൈബിളിലുള്ള ദൈവത്തെ ആണ് എങ്കിൽ യേശുവിൻ്റെ യഥാർത്ഥ നാമം യേശുവ എന്നായിരുന്നു. അതാണ് ഭൂമിയിൽ ദൈവം മനുഷ്യനായി വന്നപ്പോൾ സ്വീകരിച്ച നാമം, പേര് യേശുവ എന്നായിരുന്നു. ഇനി മരണശേഷം, ഉയർപ്പിന് ശേഷം നിങ്ങൾ വിളിക്കുന്ന യേശു ക്രിസ്തു എന്നതും തെറ്റാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം മറയ്ക്കപ്പെട്ടിരുന്നു ഇത്രയും നാള്. സർവരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമം, ആ നാമത്തിൻ്റെ ശക്തി വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. ആ നാമം ഉച്ചരിക്കാൻ നാം ഭയക്കണം. അതാണ് യഹോശുവ മശിഹ എന്ന് പറയുന്ന ആ നാമം. ദൈവ തിരുനാമം വൃദ്ധ പറയാൻ പാടില്ല. അത് നമ്മുടെ മൂന്നാമത്തെ കൽപ്പന കൂടിയാണ് അല്ലേ. ദൈവത്തിൻ്റെ തിരുനാമം വൃദ്ധ പ്രയോഗിക്കരുത്. കൽപ്പന എന്ന് പറയുമ്പോൾ ഓടിപ്പോയിട്ട് ക്രിസ്ത്യാനികൾ ഇതല്ലല്ലോ മൂന്നാമത്തെ കൽപ്പന എന്ന് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ബൈബിളിലുള്ള പുറപ്പാട് 20 കൽപ്പനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥ നാമം ഇത്ര നാളും മറയ്ക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതെന്താണ് മറയ്ക്കപ്പെടാൻ കാരണം? ഒരുപക്ഷെ ഈ പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ കുപ്പിയിലെ ഭൂതത്തിനെ വിളിച്ചു വരുത്തുന്ന പോലെ ആവശ്യമുള്ളിടത്തൊക്കെ വിളിച്ചു പറഞ്ഞ് നീന്നും അവനെന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ച് നീ തൊട്, സൗഖ്യം കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് വിലയില്ലാതാക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ദൈവം ഇത്രയും നാൾ അവിടുത്തെ ആ തിരുനാമം വെളിപ്പെടുത്താതിരുന്നത്. ഇപ്പോൾ വെളിപ്പെടുത്തിയത് ദൈവം അത് സ്വന്തം മക്കൾക്കായിട്ട് ഒളിച്ചു വെച്ചു. അതിൻ്റെ വാല്യൂ അറിയുന്നവരെ മാത്രം അറിയിക്കാനായിട്ട് എടുത്തു വെച്ചു. ഇന്ന് 7ാം കാഹളം മുഴങ്ങാനിരിക്കുന്ന ഈ സമയത്ത് ദൈവം അത് സിയോനിൽ നിന്ന്, യെരുശലേമിൽ നിന്ന് വെളിപ്പെടുത്തി. എന്തിന്? അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാക്കാനായിട്ട്. അവർ മാത്രം ഇന്നത് മനസ്സിലാക്കുന്നുള്ളൂ എന്നതും കൂടിയാണ് സത്യം, എത്ര പറഞ്ഞു കൊടുത്താലും. അപ്പോൾ യഹോശുവ മശിഹ എന്നുള്ള ആ നാമം, അപ്പോൾ അതിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. യഹോശുവ മശിഹ, ആ പേരിൽ 3 മർമ്മം അടങ്ങിയിട്ടുണ്ട്. യാഹ്വേ, യേശുവ, മശിഹ. നിങ്ങൾ യഹോവ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ബൈബിൾ വായിക്കുമ്പോൾ യഹോവ എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ അദോനായ് എന്ന് വേണം ഉച്ചരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യത്തെ മനുഷ്യൻ ആദം ആയിരുന്നു അല്ലേ. ഈ ആദത്തിൻ്റെ പേരിൽ
ഒരു മർമ്മമുണ്ട്. ഞാൻ മുൻപത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ആദത്തിൻ്റെ പേരിൽ 3 പേർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആദം എന്ന പേരിൻ്റെ ആ അർത്ഥം, അതായത് ആലെഫ്, ദാലെത്ത്, മെയിം, അങ്ങനെ 3 കൂടി ചേർന്നതാണ് ആദം. അതിൽ ആലെഫ് എന്ന് പറഞ്ഞാൽ ആദം, ദാലത്ത് എന്ന് പറഞ്ഞാൽ ദാവീദ്, മെം എന്ന് പറഞ്ഞാൽ മശിഹ. അപ്പം ഇതായിരുന്നു ആദത്തിൻ്റെ നാമത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന മർമ്മം. ഈ ആദവും ഇപ്പോൾ പറഞ്ഞ ദാവീദും യേശുവായും എല്ലാം ജനിച്ചത് ബത്ലഹേമിലായിരുന്നു. കാഹള പെരുന്നാൾ ഉണ്ടായിരുന്നത് നമുക്കതൊക്കെ അറിയാം അല്ലേ. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഒടുക്കത്തെ ആദം, അത് യേശുവ ആണ്. ഒടുക്കത്തെ ആദം അത് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പേരിലുള്ള മർമ്മം ഞാൻ നേരത്തെ പറഞ്ഞു. യാഹ്വേ അതായത് അധോനായാണ്, യേശുവ രക്ഷകനാണ്, മശിഹ അഭിഷിക്തനാണ്. അപ്പം ഈ 3 അർത്ഥങ്ങളും കൂടി ചേർന്ന നാമം, അതാണ് ദൈവത്തിൻ്റെ നാമം യഹോശുവ മെശിഹ. ഇനി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് ക്രിസ്ത്യാനികൾ ഏക ദൈവത്തെ ത്രിയേകമാക്കുന്നു അല്ലേ. നിങ്ങൾക്കറിയോ ഈ 3 പേരുടെയും നാമം ഒന്ന് തന്നെയാണ്. അത് ബൈബിളിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെ. എത്ര പറഞ്ഞാലും എന്നെ തല്ലണ്ടമാവ, ഞാൻ നന്നാവൂല എന്ന് പറയുന്നവരോടല്ല എൻ്റെ ഈ ഒരു പഠിപ്പിക്കൽ. അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്. അല്ലാത്തവർ വിട്ടുപൊക്കോ, വാദിച്ച് പിന്നാലെ വരണ്ട. ഞാൻ എന്തു പറയുമ്പോഴും വിത്ത് എവിഡൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയാറ്, ഉദാഹരണ സഹിതം. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ് എങ്കിൽ നിങ്ങളത് ബൈബിളിൽ പോയി അന്വേഷിക്കുക, അത് ബോധ്യപ്പെട്, തിരിഞ്ഞ് നടക്ക്, സഭയിൽ നിന്ന് പുറത്തു വാ. അപ്പോൾ ഇതെല്ലാവർക്കും അങ്ങനെ ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല. ഗ്രഹിക്കാൻ പറ്റുന്നവരെ ഓർത്ത് ആബയോട് നമുക്ക് നന്ദി പറയാമെന്ന് മാത്രം. അപ്പോൾ ഈ 3 നാമവും നിങ്ങൾ പറയുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമവും ഒന്ന് തന്നെയാണ് എന്ന് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. ഉദാഹരണം യോഹന്നാൻ 17-ാം അധ്യായം 11-ാം വാക്യം. അവിടെ യേശു ആ ശിഷ്യന്മാരോട് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ നാമം പുത്രനും കൊടുത്തിരിക്കുന്നു. അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ നാമത്തിൽ, അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ നാമം തന്നെയാണ് പുത്രന് കൊടുത്തത് എന്നിവിടെ സ്പഷ്ടം. ഇനി അടുത്ത ഭാഗം യോഹന്നാൻ 5:43. അവിടെ എഴുതിയേക്കാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെയും പറയാണ് പുത്രൻ യേശുവ ദൈവത്തിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. 2 പേരുടെയും നാമം ഒന്നാണ്. ഇനി പരിശുദ്ധാത്മാവ് യോഹന്നാൻ 14:26. പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. യേശുവായുടെ ഉയർപ്പിന് ശേഷം നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ ദൈവം തരും. അപ്പോൾ ഇവിടെ എഴുതിയേക്കാണ് പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ്. പുത്രൻ്റെ നാമത്തിലായിരിക്കും ആ പരിശുദ്ധാത്മാവിനെ അയക്കാൻ പോകുന്നത് എന്നാണ് അന്ന് യേശുവ പറഞ്ഞത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പുത്രൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ അയക്കും യേശുവയുടെ മരണശേഷം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? പിതാവിൻ്റെ നാമം പുത്രന് കൊടുത്തു, അതേ നാമം തന്നെയാണ് പരിശുദ്ധാത്മാവിനും കൊടുത്തത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? 3 ഒന്ന് തന്നെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെ. അപ്പോൾ ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങളിൽ കുറേ പേർക്ക് കുറേ സംശയം വരും. അതായത് മത്തായി 28:19 അവിടെ എഴുതിയിട്ടുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിനെന്ന് യേശുവ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ അതെന്താ അവിടെ അങ്ങനെ പറഞ്ഞേക്കുന്നേ എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മനസ്സിൽ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. അതായത് മണ്ടന്മാരെ എന്ന് തന്നെ ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരും ക്രിസ്ത്യാനികളെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒരു സ്മാരകം പണിയാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് എന്ന് പറയുന്ന ഒരാൾ പൗലോസിൻ്റെ അപ്പൻ്റെ പേരിൽ ഒരു സ്മാരകം പണിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസ് ആ സ്മാരകത്തിന് എന്ത് പേരിടും? പൗലോസിൻ്റെ അപ്പൻ എന്ന പേരാണോ ഇടുക? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പൗലോസിൻ്റെ അപ്പൻ്റെ പേര് ദേവസി എന്നായിരുന്നു, ആ പേരാണോ കൊടുക്കുക?
നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പൗലോസിന്റെ അപ്പൻ എന്നല്ലല്ലോ കൊടുക്കുക, ദേവസി എന്നാ കൊടുക്കുക. കാരണം പൗലോസിന്റെ അപ്പന്റെ പേര് ദേവസി എന്നായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെയാണ് യേശുവ പറഞ്ഞു, നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരിൽ സ്നാനം കഴിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയ ശിഷ്യന്മാർ യേശുവായുടെ നാമത്തിൽ സ്നാനം കൊടുത്തു. കാരണം അവർക്കറിയായിരുന്നു ഈ മൂന്നാളുടെയും പേര് ഒന്ന് തന്നെയാണെന്ന്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അപ്പസ്തോല പ്രവൃത്തികൾ 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യഹോശുവ മശിഹായുടെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ. അവിടെ എഴുതിയേക്കാം. ഇതൊരു ഉദാഹരണം. അടുത്തത് അപ്പസ്തോല പ്രവൃത്തികൾ 8:16 അവർ കർത്താവായ യേശുവായുടെ നാമത്തിൽ സ്നാനമേറ്റു. ഇനിയുണ്ട് അപ്പസ്തോല പ്രവൃത്തികൾ 10:48 പത്രോസ് അവരെ യഹോശുവ മശിഹായുടെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. നെക്സ്റ്റ് അപ്പസ്തോല പ്രവൃത്തികൾ 19:5 ഇത് കേട്ടപാടെ അവർ കർത്താവായ യേശുവായുടെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. ഇതെല്ലാം ബൈബിളിൽ ഉദാഹരണങ്ങളാണ്. ഒറ്റ സ്ഥലത്ത് നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം അതെന്തുകൊണ്ടാണ്? എവിടെ നോക്കിയാലും ശിഷ്യന്മാർ സ്നാനം കൊടുത്തത് ഒരേ നാമത്തിലാണ്, യഹോശുവ മശിഹ. അപ്പം അതെന്തുകൊണ്ടാ? പക്ഷേ ഇപ്പോഴും മണ്ടന്മാരായ ക്രിസ്ത്യാനികൾ സ്നാനം കൊടുക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാനം കൊടുക്കുന്നത്. കാരണം അവർക്കൊന്നും ദൈവത്തിൻ്റെ യഥാർത്ഥ പേര് ഗ്രഹിക്കാനോ അറിയാനോ പറ്റിയിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങൾക്ക് മനസ്സിലായോ ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇത് അറിഞ്ഞ ഓരോരുത്തർക്കും കടമയുണ്ട് ആ നാമത്തെ കാത്തു സൂക്ഷിക്കാൻ. ഇതറിഞ്ഞ ഓരോരുത്തർക്കും കടമയുണ്ട് ബൈബിള് വായിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അവിടുത്തെ നാമം, യഥാർത്ഥ നാമം ഉപയോഗിക്കാൻ. യേശുവായെ കയറി അല്ലെങ്കിൽ ദൈവത്തെ കയറി നീ അവൻ എന്നൊന്നും ബഹുമാനമില്ലാതെ വിളിക്കാതിരിക്കാൻ ഇത് കേട്ട ഓരോരുത്തർക്കും കടമയുണ്ട്. കാരണം ദൈവമാണ് ചോദിക്കുക. മനസ്സിലായോ? നിങ്ങൾ മരണം കഴിയുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിലാണ് വന്ന് വീഴുക. അത് ഭയാനകമായിരിക്കും. മനസ്സിലായോ? അപ്പം ഇതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ നാമത്തിൻ്റെ പ്രത്യേകതയെ പറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ആദ്യത്തെ ആദം ജീവനുള്ള ദേഹിയായി വന്നു. എന്നാൽ ഒടുക്കത്തെ ആദം അതാരാ? യേശുവ ജീവിക്കുന്ന ആത്മാവായി വന്നു. ഇത് 1 കൊരിന്തോസ് 15:45 പറയുന്നുണ്ട്. ആദം ജീവനുള്ള ദേഹിയായി വന്നു, ഒടുക്കത്തെ ആദമായി യേശുവ ജീവിപ്പിക്കുന്ന ആത്മാവായി വന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് പ്രാകൃതവും രണ്ടാമത്തേത് ആത്മീകവുമാണ്. ആദം മണ്ണിൽ നിന്നുള്ളവനും ഒടുക്കത്തെ ആദമായ യേശുവ സ്വർഗത്തിൽ നിന്നുള്ളവനുമായിരുന്നു. നാം മണ്ണുകൊണ്ടുള്ള പ്രതിമ ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അതായത് ഭൂമിയിലെ മനുഷ്യന്റെ രൂപം ധരിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിന് മരണശേഷം ഒരു രൂപം കിട്ടും, സ്വർഗീയ രൂപം കിട്ടും. ആ രൂപം ധരിച്ച് സ്വർഗത്തിൽ ജീവിക്കണോ അതോ നരകത്തിൽ പോകണോ എന്ന് നാം ചിന്തിക്കണം. ഞാനിങ്ങനെ പറയാനായിട്ടൊരു കാരണമുണ്ട്. എത്ര പ്രാവശ്യം യേശുവിൻ്റെ പേര് യേശുവ എന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടും എൻ്റെ എല്ലാ ദിവസവും ഞാൻ വചനം എഴുതിയിടുന്നുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, എല്ലാത്തിലും ഇടുന്നു. യൂട്യൂബിൽ, ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ എല്ലാ ദിവസവും ഞാൻ ഇടുന്നുണ്ട് പല തരത്തിലുള്ള സ്റ്റാറ്റസുകൾ. ഇനി യൂട്യൂബിലെ എല്ലാ ശബത്തിലും ഞാൻ പറയുന്നുണ്ട്. ഇത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഇത് അവരൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടും ഒരിക്കലും ഒരാൾക്ക് പോലും മാറ്റമില്ല. ആ മാറ്റപ്പെടാത്തവരാണ് ഇന്നത്തെ ക്രിസ്തീയ നേതൃത്വം. പല അച്ഛന്മാരും പാസ്റ്റർമാർക്കും അറിയാം യേശു എന്നായിരുന്നില്ല പേര്, യേശുവ എന്നായിരുന്നു പേര് എന്ന്. പക്ഷേ അവർക്കത് വിഷയമേ അല്ല. മലയാളത്തിലുള്ള പേര് മതി. നമുക്ക് ദൈവത്തിന് ഏത് പേരിട്ട് വിളിച്ചാലും എന്താ കുഴപ്പം? ദൈവം എല്ലാം ക്ഷമിച്ചോളും. ഇതാണ് അവരുടെ നിലപാട്.
എന്നാൽ ദൈവം പറയുന്നു യേശയ്യ 42:8 എൻ്റെ നാമം, എൻ്റെ മഹത്വം അത് മറ്റൊരുത്തനും, എൻ്റെ സ്തുതി ഒരു വിഗ്രഹത്തിനും വിട്ടുകൊടുക്കില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കുകളാണിത്. നിങ്ങൾക്ക് ദൈവഭയമുണ്ടോ? നിങ്ങൾ സാത്താനെ ഭയക്കുന്നുണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾക്ക് അല്പം പോലും ദൈവഭയമുണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് തിരിഞ്ഞു നടക്കാതിരിക്കാൻ തോന്നുന്നു? ഈ സഭയിൽ പോയിരുന്ന് വീണ്ടും യേശു യേശു കേശു എന്ന് വിളിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അപ്പോൾ ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ പേര് അതെടുത്ത് നിങ്ങൾ ഏത് വിഗ്രഹത്തിനോ എന്തിനോ ഇട്ട് കൊടുത്താലും ഞാൻ ക്ഷമിക്കില്ല എന്ന് ദൈവം പറയണേ. അപ്പോൾ നാമത്തിന് പ്രത്യേകതയുണ്ടോ ഇല്ലയോ? ഉണ്ട് എന്ന് മാത്രമല്ല, അത് ഭയത്തോടെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതും കൂടിയാകുന്നു. ഇന്നൊരു മർമ്മം കൂടി ഞാൻ പറയാം. അതായത് യേശുവ നമുക്കറിയാം ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ അതിനു മുൻപ് യേശുവ നാമത്തിൽ, ദൈവം നാമത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വലുത് മനസ്സിലായോ? അതായത് നാമം ആദ്യം വെളിപ്പെട്ടു ജോഷുവയിലൂടെ. അതിനെപ്പറ്റി ഞാൻ പറയാം. അതായത് സംഖ്യാപുസ്തകം കാണാൻ സാധിക്കും. കാനാൻ ദേശം എത്തി നോക്കാൻ മോശ അയക്കുന്നതിന് മുൻപ് തന്നെ നൂന്റെ മകനായ ഹോശേയ്ക്ക് അവിടെ വെച്ച് മോശ പേര് മാറ്റി യോശുവ എന്നിട്ടിട്ടുണ്ട്. യോശുവ എന്ന് പേരിടുന്നത് നമുക്കവിടെ കാണാം. അങ്ങനെ പേര് മാറ്റിയതിനു ശേഷമാണ് അവനിലൂടെ ഇസ്രായേലിലേക്ക്, കാനാൻ ദേശത്തേക്ക് ഒരു എൻട്രി കിട്ടിയത്. ഇങ്ങനെ പേര് മാറ്റിയതിലൂടെയാണ് ജോഷയ്ക്ക് ഉറപ്പും ധൈര്യവും കിട്ടിയത്. അന്ന് ഇസ്രായേൽ മക്കളെ കാനാൻ ദേശത്തേക്ക് നയിക്കാൻ പറ്റിയതും ഈ നാമം ധരിച്ചത് കൊണ്ടാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ജോഷുവ 10:12 മുതൽ വായിച്ചു നോക്കിയേ. ഈ നാമത്താൽ ജോഷയ്ക്ക് എന്തൊക്കെ സാധിച്ചു. സൂര്യൻ അസ്തമിക്കാതിരിക്കാൻ പറ്റി. അന്ന് അദോനായി നേരിട്ട് ഇറങ്ങി വന്ന് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ദിവസമായിരുന്നു. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ജോഷുവ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യനിൽ നിന്നും ചന്ദ്രനും നിശ്ചലമായി. സൂര്യനും നിന്നു, ചന്ദ്രനും നിന്നു. പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുക, സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്ന ആ ദിവസം പോലെ ദൈവം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. മനസ്സിലായേ? ജോഷുവ പറഞ്ഞു, സൂര്യനോടും ചന്ദ്രനോടും പറഞ്ഞു, ഈ ദിവസം അസ്തമിക്കാതെ നിൽക്കട്ടെ എന്ന് നാമത്തിൽ പറഞ്ഞപ്പോൾ അവിടെ നിന്നു. ആ ഒരു ദിവസം അസ്തമിക്കാതെ ആ യുദ്ധം കഴിയുന്നവരെ നിന്നു. അപ്പോൾ ദൈവം പറയാണ്, കേവലം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് ദൈവം അത് അനുസരിച്ച ഇതുപോലൊരു ദിവസം മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നാമത്തിന്റെ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 ദിവസം ഒരു ദിവസമായി. അപ്പൊ ഇതുപോലെ തന്നെയാണ് അവസാനം ഇനി ഉണ്ടാവാൻ പോണത്. നമുക്കറിയാലേ, കർത്താവിന്റെ ദിവസം 3 ദിവസം ഇരുട്ടായിരിക്കും അല്ലേ? എന്നാൽ ഈ സമയത്ത് ഈ 3 ദിവസം നമുക്കൊക്കെ ഇരുട്ടായിട്ടിരിക്കുമ്പോൾ ഇസ്രായേലിൽ ഈ 3 ദിവസം പകലായിരിക്കും. ഈ 3 ദിവസം എന്നത് ഉദാഹരണമാണ്. അത് എത്ര മണിക്കൂറുണ്ടെന്ന് നമുക്ക് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമുക്കത് സാധിക്കില്ല അറിയാനായിട്ട്. പക്ഷേ ഇന്ന് യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരും അന്ന് പറയും ഇത് കാലാവസ്ഥ വ്യതിയാനമാണ്. ശാസ്ത്രീയമായിട്ട് പല വ്യാഖ്യാനങ്ങളും നൽകും. അതിനൊന്നും അത്ഭുതപ്പെടാനില്ല. കാരണം മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ, ഇത് അദോനായുടെ വരവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നത്, യേശുവ എന്ന പേര് ദൈവം ആദ്യം നാമത്തിൽ വെളിപ്പെടുത്തി. ആദ്യം നാമത്തിൽ ദൈവം വെളിപ്പെട്ടു, അതിനുശേഷമാണ് ജഡത്തിൽ വെളിപ്പെട്ടത് എന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു വന്നത്. എന്നാൽ ആ നാമം ഇത്ര നാളും ആരും അറിയാതെ പോയി. അതെന്തുകൊണ്ടാ? യേശയ്യ 52 നിങ്ങൾ വായിച്ചു നോക്ക്. 52-ാമത്തെ അധ്യായം. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചത് ഞാനാണ്. അവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഞാനാണെന്നും എൻ്റെ നാമം എന്താണെന്നും എൻ്റെ ജനം ആ ദിവസം അറിയും.
ഇന്ന് ആ നാമം നാം തിരിച്ചറിഞ്ഞു എങ്കിൽ, അത് ആ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അന്ന് ദൈവം പറഞ്ഞു, നീ വിഷമിക്കേണ്ട, മനുഷ്യൻ നിന്നെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ നീ അതിനെ ഭയപ്പെടേണ്ട, ശകാരിക്കുന്നുണ്ടെങ്കിൽ നീ സംഭ്രമിക്കേണ്ട. ആ സംഭ്രമിക്കേണ്ട ആവശ്യമില്ലടാ. നിന്റെ അധരങ്ങളിൽ ഈ നാമത്തെ കൊണ്ട് തന്നത്, അത് അവരോട് സംസാരിപ്പിച്ചത് ഞാനാണ്, അവരോട് സംസാരിക്കുന്നത് ഞാനാണ്. അപ്പോ ആ നാമം അറിയുന്ന, അത് കേൾക്കാനായ നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ദൈവ സ്നേഹം നിങ്ങൾ ചിന്തിച്ച് നോക്കി. നിങ്ങൾക്ക് സങ്കടം വരുന്നില്ലേ? നിങ്ങളുടെ അപ്പൻ, ജീവനുള്ള ദൈവം നിങ്ങൾ ഈ നാമം അറിയിച്ച് തന്നില്ലേ? ആ നന്ദി നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നാമം ആദ്യം കൊണ്ടുവന്നത് എന്തിനാ? രക്ഷ കൊണ്ടുവരാനാണ്, മോചിപ്പിക്കാനാണല്ലേ. മനസ്സിലായോ? അപ്പം ആ നാമത്തിന് പ്രത്യേകതയില്ലേ? ജോഷുവയിലൂടെ നാമം ആദ്യം കൊണ്ടുവന്നു. എന്തിനാ? ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്തേക്ക് മോചിപ്പിക്കാൻ, രക്ഷപ്പെടുത്താൻ. ഇപ്പോഴും നാമം നമുക്ക് ആദ്യം അറിവായി. ഇനിയാണ് നമ്മുടെ അപ്പൻ്റെ വരവ് അല്ലേ? അപ്പം നമ്മളെ മോചിപ്പിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ. അപ്പം നിങ്ങളൊന്നിതിൽ വിശ്വസിക്കേ. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് ശരിയാവത്തില്ല. കാരണം ദൈവമാണ് നമ്മെ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന അർത്ഥമില്ല. ദൈവമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് ദൈവം പറഞ്ഞിട്ടേക്കണേ അല്ലേ, നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അപ്പോൾ നാമത്തെ പറ്റി, അതായത് നമ്മുടെ പേര് നിങ്ങൾ ചിന്തിച്ച് നോക്കണേ. നമ്മുടെ പേര് ഏത് ഭാഷയിലായാലും മാറ്റമില്ലല്ലോ. ഹിന്ദുക്കളുടെ ദൈവമോ വേറെ ജാതികളുടെ ദൈവം എടുത്ത് നോക്കിക്കോ, ആ പേരിൽ ഒരു ഭാഷയിലും മാറ്റമില്ല. എന്തിന്? സാത്താൻ്റെ പേരിന് പോലും മാറ്റമില്ല. എന്നാൽ യേശുവായുടെ പേര് മാത്രം പല ഭാഷയിൽ പലത്. അപ്പം അതെന്താ അങ്ങനെ? അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ യഥാർത്ഥ ദൈവം ആരാണെന്ന്? അത് സാത്താൻ്റെ തന്ത്രമാണ് എന്ന്. നമ്മുടെ പേര് പോലും മാറും കേട്ടോ സഹോദരരെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമുക്ക് വേണ്ടി ഒരു പുതിയ ശരീരം തരും നമുക്ക്. അപ്പോൾ ഒരു പുതിയ പേരും കൂടെ കിട്ടും. നമുക്ക് വീണ്ടെടുപ്പിൻ്റെ നാളിൽ പുതിയ ശരീരം കിട്ടുന്നതോടൊപ്പം തന്നെ, അത് നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ പുതിയൊരു പേരും കിട്ടും. നമ്മുടെ യഥാർത്ഥ പേര്, ശരിയായ പേര്. അത് പറയുന്നത് വെളിപാട് 2:17 ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്നയും വെള്ളക്കല്ലും കൊടുക്കും. ആ കല്ലിന്മേൽ അത് ലഭിക്കുന്നവനല്ലാതെ മറ്റാരും അറിയാത്ത അവൻ്റെ പുതിയ പേരും എഴുതി കൊടുക്കും. അവിടെ വെളിപാടിൽ എഴുതി വെച്ചേക്കാം. അപ്പോൾ ഒരു പുതിയ ശരീരം ലഭിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു പുതിയ പേരും കിട്ടും. നമ്മുടെ യഥാർത്ഥ പേര്, ഒരുപക്ഷെ നമ്മുടെ പേര് യഥാർത്ഥ ആയിരിക്കാം ഭൂമിയിൽ, അത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ യഥാർത്ഥ പേര് കൺഫേം ആകുന്നത് അപ്പോഴാണ്, നമ്മുടെ മരണശേഷം പുതിയ ശരീരം കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് യേശുവാ നാമത്തിൻ്റെ ശക്തി. ആദ്യമേ ദൈവം നാമത്തിൽ വെളിപ്പെട്ടു, പിന്നീടാണ് ശരീരത്തിൽ വെളിപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എന്നെ കേട്ട എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് കേട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് ദൈവം കണക്ക് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ദൈവഭയമുള്ളവരാണ് എങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ, സംസാരിക്കുമ്പോൾ ദൈവത്തോട്, അല്ലെങ്കിലും സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ തിരുത്തണം. യേശു എന്നുള്ളിടത്ത് യേശുവാ എന്ന് പറയണം. യേശു ക്രിസ്തു എന്നുള്ളിടത്ത് യഹോശുവ മശിയാഹ് എന്ന് പറയണം. ക്രിസ്തു എന്നുള്ളിടത്ത് മശിഹ എന്ന് പറയണം. യഹോവ എന്നുള്ളിടത്ത് അദോന എന്ന് പറയണം. ദൈവത്തെ കയറി അവൻ, നീ എന്നൊന്നും ബഹുമാനമില്ലാതെ വിളിക്കരുത്. അവിടുന്ന്, അങ്ങ് എന്നൊക്കെ വിളിക്കണം. അങ്ങനെയൊക്കെ മാറ്റി വിളിക്കാൻ പറ്റുന്നേ. പാട്ട് പാടുമ്പോഴായാലും അങ്ങനെയൊക്കെ മാറ്റി പാടാൻ പറ്റും. ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നേ. അപ്പോൾ യഥാർത്ഥ നാമത്തിൽ ദൈവത്തെ വിളിച്ചില്ല എങ്കിൽ ദൈവം നിങ്ങളെ അറിയില്ല. അതുകൊണ്ടല്ലേ ബൈബിളിൽ പറയുന്നേ, ഞാൻ പറയുന്നുണ്ടല്ലേ, കുറേ പാസ്റ്റർമാരും കുറേ പുരോഹിതന്മാരൊക്കെ അവിടെ വിളിച്ച് പറയുന്നുണ്ട്, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പല രോഗസൗഖ്യവും കൊടുത്തു, പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു, എന്നിട്ടും ഞങ്ങൾ അറിയില്ലെന്ന് എന്താ പറയണേ അപ്പാന്ന്. അപ്പം അപ്പൻ എന്താ പറയണേ? ഞാൻ നിങ്ങൾ അറിയില്ല, നിങ്ങൾ വിളിച്ചത് ഏത് നാമത്തിലാ? എൻ്റെ യഥാർത്ഥ നാമത്തിലായിരുന്നു നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അറിഞ്ഞേനെ. മനസ്സിലായോ? അപ്പോൾ യഥാർത്ഥ നാമം അറിഞ്ഞ നിങ്ങൾക്ക് യഥാർത്ഥ നാമത്തിൽ നിങ്ങളുടെ അപ്പനെ വിളിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കാം. ഞാൻ നിർത്താണ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഹീബ്രു വേർഡ് ഷേം എന്നാണ്. പേര് നാമം അല്ലേ? ഷേം. ദൈവത്തിൻ്റെ നാമം എന്നാണെങ്കിൽ ഷേം എലോഹീം എന്ന് പറയണം. അപ്പോൾ
നമുക്കറിയാം നമുക്ക് വിളിക്കാനാണ് യേശുവ എന്നുള്ള പേര് നമുക്ക് തന്നേക്കുന്നത്. നമ്മുടെ യഹൂദര് ദൈവത്തെ പേര് വിളിക്കില്ല. അവർ യൂദ്ഹെ വൗഹെ എന്നർത്ഥമുള്ള YHWH അങ്ങനെ അല്ലെങ്കിൽ അദോനായ് എന്നാണ് അവർ ഉച്ചരിക്കുക. അപ്പോൾ ആവശ്യമില്ലാതെ യഹോശുവ മെശിഹ എന്നുള്ള പേര് യഹോശുവ മെശിഹ എന്നുള്ള പേര് നിങ്ങൾ ഉച്ചരിക്കരുത്. അത് വളരെ അത്ഭുതം നിറഞ്ഞ പേരാണ്. ആ പേര് ഉപയോഗിച്ച് പല അത്ഭുതങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ പേര് നിങ്ങൾ ആവശ്യമില്ലാതെ എല്ലായിടത്തും ഉപയോഗിക്കരുത്. നമ്മൾക്ക് യേശുവ എന്നുള്ള പേര് നമുക്ക് ഉപയോഗിക്കാം, മശിഹ എന്നൊക്കെയുള്ള പേര് ഉപയോഗിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ നാമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ തിരുനാമം വൃഥ പ്രയോഗിക്കുകയും ചെയ്യരുത്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോതാ റബ്ബ തോതാ ശബാത് ശലോം.